നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് GWMൻ്റെ ടാങ്ക് 300 ആണ്. അത് നമ്മുടെ സുഹൃത്ത് നിമിഷിൻ്റെയാണ്. അതേക്കുറിച്ചൊരു വീഡിയോ ആണ്. എല്ലാവർക്കും സ്വാഗതം. അടിപൊളി വണ്ടിയാണ് കേട്ടോ. നിമിഷ നമസ്കാരം. നമസ്കാരം. എന്നാ പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. അവധിയായിട്ട് തകർക്കുവാണോ? തകർക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നിമിഷ് വണ്ടി എടുത്തു. അപ്പോൾ ഇതേക്കുറിച്ചൊരു റിവ്യൂ ഇടുവാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്പ് ആവില്ല. കാരണം ഒരുപാട് ആൾക്കാർ ഈ വണ്ടി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ വണ്ടി ഒരുപാട് നമ്മൾ വഴി കാണാറുമുണ്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിമിഷ് ഈ വണ്ടി എൻജോയ് ചെയ്യാൻ തുടങ്ങിയോ? ഞാൻ എൻജോയ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാസം എനിക്ക് വണ്ടി കിട്ടിയിട്ട്. ആണല്ലേ? ഇത് മേടിച്ചു കഴിഞ്ഞാൽ ലാഭകരമായിരിക്കും എന്നൊരു തോന്നലുണ്ടോ? എനിക്കും ജീപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയായിരുന്നു. ഈ പറഞ്ഞോട്ട് അതിൻ്റെ ഷേപ്പും കാര്യങ്ങളും എല്ലാം കൊണ്ടും അതിൻ്റെ പകുതി വിലയ്ക്ക് ആ ഷേപ്പ് ആ മോഡൽ ഒരു വണ്ടി കണ്ടപ്പം എനിക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് തോന്നി. അതാണ് അത് നോക്കാൻ തന്നെ കാരണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു. നല്ല വണ്ടിയാണ്. നല്ല ഡ്രൈവിംഗ് കംഫർട്ട് ഉണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്. കാണാനും നല്ല ലുക്കാണ്. ഡ്രൈവിംഗ് ലൈറ്റ്സ് ആണ്. എല്ലാം LED ആണ്. മുഴുവൻ LED ആണ് ലൈറ്റ്സുകൾ. പിന്നെ പുതിയ വണ്ടിക്ക് എല്ലാം തന്നെ LED. അത്യാവശ്യം കുറെ എക്സ്ട്രാ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഈ വണ്ടിക്ക്. ഈ പറഞ്ഞോട്ട് എല്ലാം പഠിച്ചു വന്നേ ഉള്ളൂ ഞാൻ. ആണല്ലേ? പിന്നെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതെ. പിന്നെ ഇവിടെ ക്യാമറ ഉണ്ട്. 360 ഡിഗ്രി ക്യാമറ ഉണ്ട്. 360 ഡിഗ്രി ക്യാമറ ഉണ്ട്. അത് നമ്മൾ എക്സ്ട്രാ വെക്കുന്നതാണോ? അല്ലല്ല, ഇതെല്ലാം ഇതിന്റെ കൂടെ വന്ന. ആണല്ലേ? ഈ വിലയ്ക്ക് എന്നാ പറയുക, അത്യാവശ്യം ഉള്ള ഓപ്ഷൻസ് എല്ലാം ഈ വണ്ടിയിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് 50 രൂപ. $50,000 വണ്ടിയുടെ വില. കിട്ടാൻ ഈ ഒരു മോഡൽ ഓഫ് റോഡും ആണ്. നമുക്ക് എവിടെയും കൊണ്ടു നടക്കാം. നല്ല ഭംഗിയുണ്ട്. ഫോഗ് ലാമ്പ്. ഫിനിഷിംഗ് ഉണ്ട് അത്യാവശ്യം. എനിക്ക് ഷേപ്പ് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനത്തിന്റെ. ഫ്രണ്ടിലും ബാക്കിലും എല്ലായിടത്തും സെൻസറിങ് ഉണ്ട്. ലുക്കാണ്. അതെ. ഫുൾ സ്റ്റെപ്പിനിയാണ് തന്നിരിക്കുന്നത്. ഫുൾ സ്റ്റെപ്പിനി. അതെ. സാധാരണഗതിയിൽ ഫുൾ സ്റ്റെപ്പിനി കിട്ടാറില്ല. ഇപ്പം ലക്ഷറി കാറിന്റെ പോലും ഫുൾ സ്റ്റെപ്പിനി അമ്മ ജസ്റ്റ് ഒരു സ്റ്റെപ്പിനി. പിന്നെ നല്ലൊരു എടുത്തു പറയേണ്ട ഒരു ഇത്, ഞാൻ ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇതിന്റെ സ്റ്റീരിയോ സിസ്റ്റം ഈ പറഞ്ഞോട്ട് 9 സ്പീക്കർ അല്ലേ? സ്പീക്കർ നല്ല ഇതുണ്ട്. പക്ഷെ നല്ല ഒരു സബ് വൂഫർ വരെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ സെപ്പറേറ്റ് വെച്ചതല്ല, ഇതിനകത്തുള്ള സാധനമാണ് ഇത്. ഈ സാധനം അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റവും എന്നാ പറയണേ, കേൾക്കാൻ നല്ല രസമാണ് സംഭവം. നമ്മുടെ സറൗണ്ട് സിസ്റ്റം പോലെയാണ്. ഇത് അപ്ഗ്രേഡ് വണ്ടിയാണ്. അതിനകത്താണ് ഒരു ഇൻഫിനിറ്റി സിസ്റ്റം. എനിക്ക് എന്തെങ്കിലും സൗണ്ട് സിസ്റ്റം ഭയങ്കരമായിട്ട് വണ്ടിയുടെ ഇഷ്ടപ്പെട്ടു. ആണല്ലേ? പിന്നെ അതേപോലെ തന്നെ സ്റ്റെപ്പിന് പാർട്സുകളെല്ലാം ഇതിനകത്ത് നന്നായിട്ട് ഒതുക്കി വെച്ചിരിക്കുന്നത്. നല്ല ഫിനിഷിംഗും. അതെ. സൈഡ് വേണമെങ്കിൽ എന്തൊക്കെ സാധനം നമുക്ക് ഇട്ടു വെക്കാം. അതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചാർജിങ് സ്പോട്ട് ഒരു കൊടുത്തിട്ടുണ്ട്. ശരിക്കും ചാർജിങ് ഇതുകൊണ്ടോ 220V ചാർജിങ് സ്പോട്ടാ. അതായത് നമുക്ക് വെള്ളം തിളപ്പിക്കാം അത്യാവശ്യം. പിന്നെ ഇത് 12V വേറെ ഉണ്ട്. അതങ്ങനെ 2-3 ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇത് പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ തൂക്കിയിടാന്, ഗ്രോസറി സാധനങ്ങളൊക്കെ മേടിച്ച് നമുക്ക് തൂക്കിയിടാം. അതെ. അത് 2 സൈഡിലും ഉണ്ട്. ബാക്കിലും 2 സൈഡിലും ഉണ്ട്. ബാക്കിലും ഫ്രണ്ടിലും ഉണ്ട്. അതല്ല അതിനകത്തുള്ള. ഇതെന്താ സാധനം? അതെനിക്ക് മറ്റേ ഹസാഡിന്റെ സാധനം വെക്കാനുള്ള സാധനമാണ് എനിക്ക് തോന്നുന്നു. ഇത് ഹസാഡിന്റെ ആണോ ഇത്, അതോ ഇത് വേറെ എന്തെങ്കിലും ആണോ? ഹസാഡല്ല. ഇത്ര വലിയ ഹസാഡോ? അത് അതിന്റെ സ്റ്റാൻഡാണോ അതോ ഇനി ഇത് വലിയ 60 kg തൂക്കം വരെ കയറുന്നാണല്ലോ. ഇത് വലിയ സംഭവമാണ് ഇതെന്തായാലും. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ തരേണ്ട കാര്യമില്ല. 60 കിലോ വരെ കയറുന്നു വന്നാണ് പറയുന്നത്. എന്തോ കൂട്ടി വെട്ടി ചേർക്കുന്നതാണ്. പക്ഷെ ഇത് ഹസാൻ്റെ അതൊന്നും എഴുതിയിട്ടില്ല. ടെന്റ് അടിക്കാനുള്ളതാണെന്ന് പറയാൻ. ഓഫ് റോഡ് ആയതുകൊണ്ട് ചിലപ്പോൾ അത് ഓപ്ഷൻ കൊടുത്തങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ അതുമായിരിക്കും കേട്ടോ, ടെന്റ് അടിക്കാനായിട്ടുള്ളതായിരിക്കും. ഹസാഡിന്റെ ഞാൻ ഉദ്ദേശിച്ചത് അത് മിക്കവാറും വെക്കാനുള്ള സ്റ്റാൻഡ് ആയിരിക്കും ഞാൻ വിചാരിച്ചു. അതായിരിക്കും ഇത് ഹസാഡിൻ്റെത്. പിന്നെ ടൂൾസ് ഒക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് കേൾക്കാനും സ്പീക്കർ ഒന്ന് നമുക്ക് കേൾക്കാം കേട്ടോ. ഇത് പതുക്കെ താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, നീറ്റ് ആൻഡ് ടൈഡി ആയി. ഈ സൈഡിൽ പിടിച്ച് നമുക്ക് തുറക്കുകയും ചെയ്യാം. പിന്നെ ഇവിടെ സ്ക്രാച്ച് പ്രൊട്ടക്ടർ അവർ ഇട്ടിട്ടുണ്ട്. ഇതുള്ളത് കൊണ്ട് സ്ക്രാച്ച് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും നമ്മൾ എങ്ങനെയൊക്കെ സ്ക്രാച്ച് വരുത്തിക്കും കേട്ടോ, അത് വേറെ കേസ് അല്ലേ. ഇത് പിന്നെ 5 സീറ്റർ ആണ് കേട്ടോ. പിന്നെ നമ്മുടെ ചൈൽഡ് സീറ്റൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇവർ ബാക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ലോക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാ സീറ്റും ഉണ്ട്. അതെല്ലാ സീറ്റിനും കൊടുത്തിട്ടുണ്ട് അവർ. ഇത് പിന്നെ സൈഡിലോട്ടാണ് തുറക്കുന്നത്.
അതാണ് മറ്റൊരു പ്രത്യേകത അല്ലേ. സാധാരണ എല്ലാ വണ്ടികളിലും ഇപ്പൊ മേളിലോട്ടാ ഇത് അത് ജീപ്പും സെയിം അല്ലേ ആണല്ലേ. ഇതെന്താ ഇവര് വെച്ചിരിക്കുന്നത്? എന്തോ സംഭവം ഉണ്ടല്ലോ, എന്തോ ഉണ്ടോ അല്ലേ? ഈ ഒരു വലിയ സ്വിച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ സൈഡില്? പിന്നെ ഇവിടെ ഉണ്ട് സാധനങ്ങൾ വെക്കാനായിട്ട്. എന്തോ സംഭവം ഉണ്ടല്ലോ എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാ നമുക്ക് ഇതിന്റെ ശബ്ദം ഒന്ന് കേട്ടാലോ? ശബ്ദം കേൾക്കാം അല്ലേ. ഇത് എടുത്തു വെക്കുന്ന ശബ്ദം ഒന്ന് കേട്ടു നോക്കാം. ബാക്കിലും സെൻസർ പിന്നെ ഇത് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടി. അതെ അടിപൊളിയായിട്ടോ സംഭവം. നമ്മൾ പിന്നെ എഡിറ്റ് ചെയ്ത് കളയേണ്ട കാര്യം അതാ വേറെ വിഷയം. അത്യാവശ്യമല്ല, ഇപ്പൊ ഉള്ള വണ്ടിക്കൊന്നും ഇത്ര സ്പേസ് കിട്ടാറില്ല. ഫോർ വീൽ ഡ്രൈവ് അതെ. ചൂസ് ചെയ്യാം നമുക്ക്. നോർമൽ ഡ്രൈവിന് നമുക്ക് 2 വീൽ ഡ്രൈവ് ഇട്ട് ഓടിക്കാം, അങ്ങനെ വേണമെന്നുണ്ടല്ലേ. പിന്നെ ഇത് 300 ആണ് മോഡലാണ്. ബാഡ്ജ് അല്ലേ? ബാഡ്ജ് അതെ. ബാഡ്ജ് 300 ബാഡ്ജാണ്. പിന്നെ ഇത് ടെയിൽ ഗേറ്റും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം LED അല്ലേ? LED അല്ല. അതൊന്ന് ഓൺ ചെയ്യാവോ? റിവേഴ്സ് ഇട്ടുമ്പോൾ വരുമായിരിക്കും. റിവേഴ്സ് ബ്രേക്ക് ലൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ഉണ്ടാവോ? റിവേഴ്സിൻ്റെ വന്നു. രസം നോക്കി കാണാനായിട്ട് അടിപൊളിയാ കേട്ടോ. കെട്ടി വലിക്കാനായിട്ടുള്ള സാധനമൊക്കെ ഒരു ബാഗിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കെട്ടി വലിക്കേണ്ട വന്നു വേറെ വണ്ടികളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. ഏകദേശം 5 മീറ്റർ നീളമാണ് ഈ വണ്ടിക്കുള്ളത്. അത് നല്ല സൈസാണ്. ഒരു 7 സീറ്ററിൻ്റെ സൈസ് തന്നെയുണ്ട് ഈ വണ്ടിക്ക്. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഗുണമെന്ന് വെച്ചാൽ ഹൈറ്റ് കൂടുതലുണ്ട്. നമ്മൾ വണ്ടിക്കകത്ത് ഇരിക്കുമ്പോൾ തലയിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഏകദേശം 1.9 ആണ് ഇതിൻ്റെ ഹൈറ്റ്. വീതിയും ഏകദേശം 1.9 പ്ലസ് ഉണ്ട്. ഇപ്പോൾ എന്താ പറയുക, കൺജസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ഫീലിങ്സ് ഒന്നുമില്ല. അതുപോലെ തന്നെ 2 സൈഡിലും ഉണ്ട് സ്റ്റെപ്പ് ഉപയോഗിക്കുന്നത് എപ്പോഴും കംഫർട്ടബിൾ ആണ്. അല്ലാതെ നമ്മൾ കയറിക്കുന്നത് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഡ്രൈവ് ലൈറ്റ്സ് അതെ. പാർക്കിംഗ് ഉണ്ട്. ഹെഡ്ലൈറ്റ് നമുക്ക് ഹൈ ബീം ഓട്ടോമാറ്റിക് ആണ് സാധനം. ആണല്ലേ? ഒരു സ്വിച്ച് നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞോട്ട് ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ തന്നെ ഡിമാവും. അത് തന്നെ. പിന്നെ വെട്ടം ഉള്ളിടത്ത് പോകുമ്പോൾ ഡിമായിക്കോളും. അതെ. സീറ്റ് നമുക്ക് ഫ്രണ്ട് ബാക്ക്, ഇത് നമ്മുടെ ബാക്ക് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പ് ആൻഡ് ഡൗൺ. ഇത് മസാജർ. ഇതിന് മസാജർ ഉണ്ട്. ഫ്രണ്ട് 2 സീറ്റും മസാജർ ആണ്, പാസഞ്ചർ സൈഡും ഡ്രൈവർ സൈഡും. അതുപോലെ തന്നെ ഹീറ്റഡ് ആൻഡ് കൂളിംഗ് സീറ്റ് ഉണ്ട്. പ്ലസ് വന്നിട്ട് ഹീറ്റഡ് സ്റ്റിയറിംഗ് വീലും ഉണ്ട്. നമുക്ക് ഓപ്ഷൻ അതുണ്ട്. ടോപ്പ് ഉള്ളതിൽ ടോപ്പ് അത് അതിനാണ് ഈ ലക്ഷറി ഫീച്ചേഴ്സ് എല്ലാം ഉള്ളത്. എനിക്ക് ബേസ് മോഡലിനും അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഉള്ളി വ്യത്യാസം ഒരു സൗണ്ട് സിസ്റ്റവും പിന്നെ ആംബിയൻ ലൈറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലേ. അത് രണ്ടുമാണ് ഓപ്ഷൻ ആയിട്ട് ഒരു ഇതിന് പറയുന്നത്. ഹൈ എൻഡ് മോഡൽ. സൺറൂഫ് ഓപ്ഷൻ അല്ല, അത് എല്ലാ വണ്ടിക്കും എല്ലാ മോഡലും ബേസ് വണ്ടിക്കും ഉണ്ട്. സ്പീക്കർ സിസ്റ്റം ഉണ്ട്. അതിപ്പോൾ നമ്മളതിൻ്റെ പാട്ട് കേട്ടല്ലോ, അടിപൊളി പാട്ടാണ്. പിന്നെ ഇവത്തിൽ എന്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഡോറെ തന്നെ? ഇത് ഡോറ് അൺലോക്ക് സേഫ്റ്റി ഫീച്ചർ അതുണ്ട്. പിന്നെ ഗ്ലാസ് അപ്പ് ആൻഡ് ഡൗൺ, പിന്നെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് അതിനകത്ത് തന്നെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഹൈ ബീം ഓട്ടോ സ്വിച്ച് സെറ്റ് ചെയ്യാനുള്ള സാധനം. അതല്ല, പിന്നെ നമുക്കിത് മാനുവലായിട്ട് ഓടിക്കാം. 2 പ്ലസ് ആൻഡ് മൈനസ് ലിവർ ഇവിടെ ഉണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മാനുവലായിട്ട് വണ്ടി ഓടിക്കാം. മാനുവൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുക,
മാനുവലായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാം. പിന്നെ സ്പീക്കർ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇതിന്റെ ഒരുമാതിരിപ്പെട്ട മോഡും എല്ലാം ഇതിനകത്ത് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് കുറേ അഡ്ജസ്റ്റ്മെന്റ് ഞാൻ എല്ലാം പഠിച്ചു വന്നേ ഉള്ളൂ. നമ്മൾ ഓരോന്നോരോന്ന് സെറ്റ് ചെയ്ത് വന്നേ ഇതിനകത്ത്. നമുക്ക് വേണ്ടപ്പെട്ട സാധനങ്ങൾ മാത്രം ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് എല്ലാം കൺട്രോൾ ചെയ്യാം. ലെതറിന്റെയാണ് കവറിങ്. ഇതാണ് നമ്മുടെ സീറ്റിന്റെ സൈസും ഇത് ഞാൻ പറഞ്ഞു. നല്ല ഒരാൾക്ക് ഇരിക്കുമ്പോൾ നല്ല കംഫർട്ടാണ് സാർ. നല്ല ഫിനിഷിംഗ് ആണ്. സൂപ്പർ ആയിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അടിപൊളിയാണത് അല്ലേ? പിന്നെ ഇതിന്റെ ഡാഷ്ബോർഡ് കണ്ടില്ല, എന്നാ വലുതായിട്ട് ഡാഷ്ബോർഡ്. അതെ, തെളിയാക്കാം. വണ്ടി സ്റ്റാർട്ടിംഗ് ആണല്ലോ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ് കിടക്കുന്നത്. അപ്പോൾ തെളിഞ്ഞാ കിടക്കുന്നത് അല്ലേ? അതുപോലെ ഇതെന്ത് മുകളിൽ USB കൊടുത്തിരിക്കുന്നത്? അത് നമുക്ക് എനിക്ക് ഓപ്ഷൻ ആണ്. നമുക്ക് ക്യാമറയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? പിന്നെ ഇത് ഓട്ടോമാറ്റിക് അല്ലേ? റിയർ മിറർ ഇലക്ട്രിക്കലാ അല്ലേ? പിന്നെ ഇത് നമ്മുടെ തമ്പുരാൻ കർത്താവ് പുള്ളിയാണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് അല്ലേ? സൺഗ്ലാസ് ക്യാബിൻ അല്ലേ? സൺഗ്ലാസ് ക്യാബിൻ എന്നല്ല പറയുന്നതിന്. ഇതെന്താ ഇത്? ഒരു പ്രത്യേക ഡയമണ്ട് പോലെ ലൈറ്റ്. ഓ, ഡയമണ്ട് ഷേപ്പിൽ വെച്ചിരിക്കുന്നത് അല്ലേ? എങ്ങനെയാ ചെയ്തേ? ഓ, ഓക്കെ. ഓ, ഇത് മാപ്പ് റീഡിങ് ലൈറ്റ് എന്നവന്മാർ പറയുന്നത്. മാപ്പ് റീഡിങ് ലൈറ്റ്സ് ആണ്. ഇതെന്താ ഇവിടെ? അത് 12 വോൾട്ടിന്റെ ഒരു പോർട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അവർ എന്നെ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. പോർട്ടുണ്ടോ? അത് സ്വിച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ലൈറ്റ്സ് ഉണ്ട്. രണ്ടും ലൈറ്റ് ആണല്ലേ? പിന്നെ സൺറൂഫ് ഇലക്ട്രിക്കൽ അല്ലേ? ഇലക്ട്രിക്കലാ അല്ലേ? അതെവിടെ ചെയ്യുന്നേ? അത് ഇവിടെ തന്നെ. ഓക്കെ. ഓ, അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സൺറൂഫ് റെഡി ആവും അല്ലേ? ഓപ്പൺ ആവും. അതെ, പിടിച്ച് തന്നെ നീക്കി കഴിഞ്ഞാൽ സൺറൂഫ് ക്ലോസ് ആവും. അങ്ങനെ പൊക്കുകയും ചെയ്യാം. അത് ഫുള്ള് വേണ്ടെങ്കിൽ അതും അങ്ങനെ ചെയ്യാം അല്ലേ? 4 വീൽ ഡ്രൈവ് ആക്കാം. 4 വീൽ ഹൈ ഉണ്ട്, 4 വീൽ ലോ ഉണ്ട്, 2 വീൽ ഹൈ ഉണ്ട്. 2 വീൽ ഹൈ ആണ് നമ്മൾ നോർമൽ ഡ്രൈവിന് ഉപയോഗിക്കുന്നത്. ബാക്കി നമ്മുടെ ഓപ്ഷൻസ് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൂ. ഇതും ഓരോ മോഡാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ തൊട്ട് ഹിൽ ക്ലൈംബിംഗ്, ഹിൽ ഹോൾഡ്, ഓരോ റോഡ് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് നോർമൽ 4 വീൽ ഡ്രൈവിലേക്ക് ഇടാതെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിനകത്ത് തന്നെ ഓടിക്കാം. ഇതോ പിന്നെ ഇതിന്റെ മോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം. ഫ്രണ്ട് അടിപൊളിയാ അല്ലേ? സ്പോർട്സ് ഫ്രണ്ട് അതെ, അത്യാവശ്യം കാണാനുണ്ട്. ക്രോം ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡിലും കാര്യങ്ങളൊക്കെ പ്രത്യേക ഡിസൈനിലാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. ഒരു സ്പോർട്ടി ടൈപ്പ് ലുക്കാണ് സാധനം. അതെ, മിറർ നമുക്ക് ഓട്ടോ ഫോൾഡ് ആണ്. ഓഫ് ചെയ്താൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഓട്ടോ ഫോൾഡ് വരും. പിന്നെ അതേപോലെ തന്നെ ഇത് ചൂടാക്കുകയും ചെയ്യാൻ പാടില്ല. മിറർ ഹീറ്റിംഗ് ഇല്ലാതെ ലൈൻ ചേഞ്ചിങ് വാണിംഗ് ഒക്കെ അതിനകത്തുണ്ട്. അതിപ്പോൾ എല്ലാ വണ്ടിക്കും ഉള്ളതാണ്. വിൻസ്ക്രീനിൽ വാട്ടർ ഉണ്ടെങ്കിൽ, മോയ്സ്റ്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വൈപ്പറും വർക്ക് ചെയ്യും. അതുകൊണ്ട് ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, വിൻസ്ക്രീനും വൈപ്പറും ക്ലീൻ ആയിട്ടിരിക്കാനായിട്ട്. പിന്നെ ഇതിന് വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഇതിനകത്ത് വന്നിട്ട് ഇവിടുന്നത് ഒലിച്ചു വെക്കുള്ളൂ. സാധാരണ വേറൊരു രീതിയിലാണ് ഡിസൈൻ. ഇതിൻ്റെത് മറ്റു രീതിയിലുള്ളൊരു ഡിസൈനാണ്. ഫ്രണ്ടിലെ വെള്ളം വരുന്നു വേസ്റ്റൊക്കെ പോകാനായിട്ടുള്ളത്. കാണാൻ നല്ല ഒരു വണ്ടിയാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. ഫ്രണ്ട് കണ്ടില്ലേ പൊങ്ങിയിരിക്കുന്നത്. USB സ്പോട്ട്, ചാർജിങ് സ്പോട്ട്, ചെറിയൊരു ക്യാബിനുമുണ്ട്. ഇത് നല്ല ഫിനിഷിംഗ് ആണ്. നമുക്ക് ബാക്കിലിരിക്കുമ്പോഴായാലും നമുക്കൊരു വൃത്തികേട് തോന്നില്ല. നമുക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. നല്ല ഫിനിഷിംഗ് ഉള്ളതുകൊണ്ട്. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് ഇടാനായിട്ട് സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇരിക്കുമ്പോഴാണ് ഇത്രയും സ്പേസ് ഉണ്ട്. ഇഷ്ടംപോലെ റൂമാണ്. നമുക്ക് ടച്ച് ചെയ്യുകയോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ കംഫർട്ടബിളാണ്. ഈ സീറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്തോ, നമ്മൾ വളരെ കംഫർട്ടബിളായിട്ടിരിക്കും. നമ്മളൊരു കുഷിനകത്തിരിക്കുന്ന പോലെ തന്നെ. ഈ സൈഡിൽ നമുക്ക് ഹാൻഡിലുണ്ട്. ഹാൻഡിലെ പിടിച്ച് കയറാം ബുദ്ധിമുട്ടില്ലാതെ തന്നെ. ഇറങ്ങുമ്പോഴായാലും നമുക്ക് പിടിച്ചിറങ്ങുമോ ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ നമുക്ക് മുകളിൽ തന്നെ വേറെ നമുക്ക് പിടിച്ചിറങ്ങാനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ പിടിച്ചിരിക്കാനൊക്കെ ആയിട്ട്. അത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലുള്ള അതേ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് ബാക്കിലുള്ളത്. സ്പീക്കർ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. വിൻഡോസ്, ഇതിൻ്റെ ഫ്രണ്ട് വിൻഡോയും ബാക്ക് വിൻഡോയും നമുക്ക് താഴവും പൊങ്ങുകയും ചെയ്യാവുന്നതാണ്. ഇവിടെ സ്പീക്കർ 2 ഉണ്ട് കേട്ടോ. അതും ഇൻഫിനിറ്റിയുടെ തന്നെയാണ് ബാക്കിലെ സ്പീക്കറും വെച്ചിരിക്കുന്നത്. പിന്നെ സൺറൂഫ് കാര്യങ്ങൾ എല്ലാം പറഞ്ഞു കേട്ടോ. മെയിനായിട്ട് പറയാനുള്ളത് സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? പിന്നെ കംഫർട്ടബിൾ ആണ് ഇരിക്കാനായിട്ട്. ലെതറാണ്. ബാക്കിലെ സീറ്റും ഈ പറഞ്ഞ ഷേപ്പും സൈസും വെച്ച് പ്രത്യേക ഒരു എന്നാ പറയുക, പ്രത്യേക സുഖമാണ് അതിരിക്കാൻ. അതെ, കാണാനൊരു അല്ലേ?
ബാക്കിയുള്ള വണ്ടികളെ പോലെ ഭയങ്കര ബൾജ് ചെയ്തിരിക്കുന്ന ഒരു സാധനമല്ല, കോമ്പാക്റ്റ് ആയിട്ട് ഉള്ള ഒരു സീറ്റിംഗ് കംഫർട്ട് സാധനം ഉണ്ട് അതിന്. അതുകൊണ്ട് നമുക്കൊരു സുഖമുണ്ട്. അതെ. പിന്നെ ഇറങ്ങാൻ നേരത്തായാലും നമുക്ക് മുകളിൽ നിന്ന് താഴെ പിടിച്ചുകൊണ്ട് ഇറങ്ങാം. ഈ സ്റ്റെപ്പ് ഉള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഗുണം കേട്ടോ. ഈ സ്റ്റെപ്പിൽ കാലിങ്ങനെ 2 കാലും കൂടെ വെച്ച് നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും. ഇവിടെ പിടിച്ചുകൊണ്ട് ഇറങ്ങാം കേട്ടോ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ. പിന്നെ ഡോർ അടയുമ്പോഴത്തേൻ്റെ ശബ്ദം, ഫിനിഷിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്കിനി ഇത് ഈ വണ്ടി ഓടിച്ചു നോക്കാം. ഓഫ് റോഡ് ഉണ്ടോ നമ്മുടെ ഇവിടെ? ഓഫ് റോഡ് വളരെ കുറവാണ്. ഉള്ള ഓഫ് റോഡിൽ പോയി നമുക്കത് ഓടിച്ചു നോക്കാം. അറിയാലോ, ഇതാണ് ഈ വണ്ടിയുടെ കീ എന്ന് പറയുന്നത്. കീലെസ് വണ്ടിയാണ് കേട്ടോ. എല്ലാ കീലെസ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യുന്നത്, ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത്, ലോക്ക് ചെയ്യുന്നത്. ഇനി ഇതാ ഹയറും കേൾക്കുന്നത് കേട്ടോ. അത് നമുക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നമുക്ക് വണ്ടി കണ്ടുപിടിക്കുമെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് സൗണ്ടും കേൾപ്പിക്കും, വെട്ടവും വരും അല്ലേ? ഓക്കെ. അതിനായിട്ടുള്ള ആണിത്. ഇത് കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എംബ്ലം തന്നെയാണ് ഇതിൻ്റെ കീയും. ഇത് ഇവിടുത്തെ വേറെ കീ ഇല്ലേ? ബാറ്ററി തീർന്നു പോയി കഴിഞ്ഞാൽ തുറക്കാനായിട്ട് അത് ജസ്റ്റ് അതെവിടെയാണ് സൈഡ്. കാരണം ഈ കീയും കൂടെ തരൂ ഇപ്പോൾ. അല്ല, അത് കീ അല്ല. ഈ കീ ഉണ്ടല്ലോ ഊരിയിട്ട്, ഈ കീ ഊരിയിട്ട് ഇതിനകത്ത് ഇത് ഇവിടെ ഇട്ടിട്ട് തുറക്കും, ഓപ്പൺ ആക്കാം അല്ലേ? കാരണം ഇത് ബാറ്ററി തീർന്നു പോയപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അതിനകത്തുള്ള കീ ആണ് കേട്ടോ. ഇതിൽ ഇപ്പം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, എടുക്കുന്നില്ല. ഇത് 2 ലിറ്റർ ഇന്റർകൂളർ അല്ലേ? ടർബോ അല്ലേ? ടർബോ ഇന്റർകൂളർ. അതിൻ്റെതായ ബാറ്ററി ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. വെള്ളം കാര്യങ്ങൾ ഒരുപാട് എഞ്ചിനൊന്നും കാണാനില്ല, കുറേ കാലിയായിട്ടാണ് കിടക്കുന്നത്. ആ സൈഡ് മുഴുവൻ കാലിയാണ്, ഈ സൈഡും ഒക്കെ എല്ലാം കാലിയായിട്ടാണ് കിടക്കുന്നത്. ടയർ കൊടുത്തിരിക്കുന്നത് മിഷേലിൻ്റെ ടയറാണ്. നല്ല ടോപ്പ് ക്ലാസ് ടയറാണിത്. SUV ടൈപ്പ് വണ്ടിക്ക് ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ നമ്പർ എത്രയാണ്? 265/60R18. അതായത് 18 ഇഞ്ച് അലോയ് വീൽസ് ആണ് ഇതിനുള്ളത്. ഫ്രണ്ട് ഷോക്ക് അബ്സറിലെ ഇൻഡിവിജ്വൽ ഷോക്ക് അബ്സറാണ്. ഞാൻ പ്രധാനമായിട്ട് കാര്യങ്ങൾ പറയാനുള്ളത്. നല്ല ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ തന്നെ മഡ്ഗാർഡ് ചെറുതാകട്ടെ ഇതിൻ്റെത്. മഡ്ഗാർഡിൻ്റെ കേസ് മാത്രമേ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് പറയണമെങ്കിൽ പറയാനായിട്ടുള്ളത്. ഒരു കുഴപ്പമില്ല. അലോയ് വീൽസ് ആണ്, കാണാൻ നല്ല ഭംഗിയുള്ള അലോയ് വീൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡിസൈനും കാര്യങ്ങളും ഇവിടെയും കൊടുത്തിന് അവർ എംബളം അടിപൊളി. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ പാസഞ്ചർ സൈഡിലും വെക്കാം. കപ്പ് ഹോൾഡർ ഉണ്ട്, അതേപോലെ വാട്ടർ ബോട്ടിൽ, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം വെക്കാവുന്നതാണ് ഈ സൈഡിൽ തന്നെ. ഇവിടെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാബിൻ എങ്ങനെയുണ്ട്? ക്യാബിൻ ഇഷ്ടം പോലെ ഗ്യാപ്പുണ്ട് അല്ലേ? പിടിക്കുക, കൈ പിടിക്കുകയും ചെയ്യാം. നിമിഷിന് ഇവിടെ ചെറിയൊരു ഡ്രൈവിന് പോകാം. അത് പക്ഷെ എങ്ങോട്ടാ പോകുന്നത്? നമുക്കിതിൽ തന്നെ ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം. ആണോ? ഓക്കെ. ഇതിൻ്റെ വേറെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ വണ്ടി അനങ്ങുകയല്ല കേട്ടോ. സീറ്റ് ബെൽറ്റ് ഇടണം. അതെ, സീറ്റ് ബെൽറ്റ് ഇട്ടെങ്കിൽ ആ വണ്ടി മൂവ് ആവുള്ളൂ. ഇതിൻ്റെ ഡാഷ്ബോർഡ് ആയാലും നല്ല മുഴുത്ത ഡാഷ്ബോർഡാണ്. ഇവിടെ തൊട്ട് അങ്ങേ അറ്റം വരെ ഉണ്ട്. ഇവിടുത്തെ റേഡിയോ ഇവിടുത്തെ എന്തൊക്കെയാണ് ഉള്ളത് ഫീച്ചേഴ്സ്? റേഡിയോ, USB, പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം ഉണ്ട്. അകത്തിരുന്നോണ്ട് എന്നാ ബെൻസിലിരിക്കുന്നേക്കാളും നല്ല സുഖം. പുറത്തെ ഒരു ശബ്ദം പോലും അകത്ത് കേൾക്കാൻ പറ്റത്തില്ല. ഇതിന്റെ കമന്റ് കേൾക്കണത് ശരിക്കും പുവർ പീപ്പിൾസ് AMG എന്നാ പറയണത്. ശരിക്കും പുവർ പീപ്പിൾസ് AMG ആണ്. അതെ അല്ലേ? അതെ. നല്ല രസം. അകത്ത് വെച്ചാണ്ടല്ലോ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഷോക്ക് അബ്സർ ബ്രാൻഡ് നെയിം നോക്കിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി അതിനകത്ത് കിട്ടുന്ന എന്താ പറഞ്ഞ ചിലപ്പം സേഫ്റ്റിക്ക് ഇച്ചിരി കൂടുതൽ പ്രിഫറൻസ് കാണും. അല്ല, റേറ്റിംഗ് 5 ഉണ്ട്. റേറ്റിംഗ് 5 റേറ്റിംഗ് കാര്യമില്ല പറയുന്നത്. എയർ ബാഗ്സ് 7 ഉണ്ട്. 7 ഉണ്ട്, അതെല്ലാം പറഞ്ഞു. അതിപ്പോ മറ്റേ വണ്ടികൾക്ക് 7 ഒക്കെ ഉള്ളൂ. 7 ഉള്ളൂ. പക്ഷെ എന്നാലും ഈ പറഞ്ഞ ചിലപ്പം ഫുൾ ബോഡി ഇത് നോക്കുമ്പോൾ 7 5 സീറ്ററിനാണ്. മറ്റേത് 7 സീറ്ററിനാണ് ഇവർക്ക് 7 എയർ ബാഗ്സ് ഉള്ളത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇത് വലിയ കുഴപ്പമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ പേരാണ് വിഷയം. പിന്നെ മെയ്ഡ് ഇൻ ചൈന എന്നുള്ള ഒരു പക്ഷെ ഈ വണ്ടിയുടെ പാർട്സുകൾ മുഴുവൻ വരുന്നത് ചൈന. അസംബ്ലി മാത്രമേ വേറെയുള്ള പല സ്ഥലങ്ങളിൽ ഇവർ ചെയ്യാറുള്ളൂ അല്ലേ? ഞാൻ നോക്കുമ്പോ ഈ പറഞ്ഞോട്ട് നമ്മുടെ കൂട്ടുകാരും വെറുതെ ഒരു കമന്റ് പുവർ പീപ്പിൾസ് AMG എന്ന് പറഞ്ഞോട്ടാണെങ്കിലും ഈ പറഞ്ഞോട്ട് നമുക്ക് കിട്ടുന്ന ഈ ഒരു പ്രൈസിന് നമുക്ക് ഇത്ര ഓപ്ഷൻ കിട്ടുമല്ലേ? ഓപ്ഷനും ഉണ്ട്, അതേപോലെ തന്നെ കംഫർട്ടബിളും ആണ്. അതെ, അതാണ് ഇതിനകത്ത് മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് കൂടുതൽ തോന്നുന്നത്. നല്ല വിസിബിലിറ്റി ആണ്. എന്നാൽ നമുക്ക് ജീപ്പ് ഓടിക്കുന്ന അതേ ഫീൽ കിട്ടുകയും ചെയ്യും.
ഫ്രണ്ടൊക്കെ കണ്ടില്ലേ, അടിപൊളിയാ. സാധാരണ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിട്ടായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് കണ്ടില്ല, അടിപൊളി ഡിസൈനിങ് ആണ്. എനിക്ക് വളരെ നന്നായിട്ട് ഈ വണ്ടി ഇഷ്ടപ്പെട്ടു. ഇതെന്താ ഈ സംഭവം കൊടുത്തിരിക്കുന്നത്? അത് ചുമ്മാ ജസ്റ്റ് റെന്റ് മാത്രമേ. പിന്നെ ഓഫ് റോഡ് പോകാൻ വേണ്ടി തന്നെ ഉള്ളവർക്കുള്ളതാണ് ഈ ഹാൻഡില് അതെ പിടിച്ചിരിക്കുക. ആർക്കെങ്കിലും ഡ്രിഫ്റ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ പിടിച്ചിരിക്കാൻ വേണ്ടിയുള്ളതാ. ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. പാർക്ക് ലാൻഡിന്റെ പണിയാണിത് മെയിൻ. പാർക്ക് കുറച്ച് ഏരിയ ഉണ്ട് ആ പാർക്ക്. ഞാൻ ജസ്റ്റ് അതിന്റെ മുകളിൽ ഒന്ന് വന്ന് നോക്കാം, നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ. അതെ, കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്ന ആൾക്കാരുടെ ഹാൻഡിൽ പോലെ ഉണ്ട്. പ്രസ് ചെയ്താൽ വണ്ടി നിൽക്കുമോ? അതെ, പി കൂടെ ഓട്ടോമാറ്റിക് പാർക്ക് മോഡിലേക്ക് പോകും. ഓട്ടോമാറ്റിക് വണ്ടി ആണെങ്കിലും നമ്മുടെ ആ ഗിയർ ഷിഫ്റ്റ് ആവണം, നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും. ഈ വണ്ടിക്ക് ആ ഒരു ഫീലിംഗ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നി ഒരു വിരലിൽ ഇങ്ങനെ പതുക്കെ ടച്ച് ചെയ്യുന്ന പോലെ ഗിയർ ഷിഫ്റ്റ് ആവണം നമ്മൾ അറിയ പോലും ഇല്ല. ഡിസൈൻ നമുക്ക് സാധാരണ വണ്ടി ഓടിച്ച് ചെയ്യുന്ന ഡിസൈൻ പെട്ടെന്ന് കാണുമ്പോണ്ടല്ലോ ഇതെന്താ സംഭവം എന്ന് വിചാരിക്കും. അതെ, വണ്ടിയുടെ ടേണിങ് എങ്ങനെയാണെന്ന് അറിയാവേ. ടേണിങ് ഭയങ്കര ടേണിങ്. നിൽക്കട്ടെ, റൗണ്ട് അടിച്ചു. ഞാൻ പറഞ്ഞു ഭയങ്കര ടേണിങ്. എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം. ഇപ്പൊ ഭയങ്കര ഫീച്ചറാണ് താൻ. നമുക്ക് എവിടെയെങ്കിലും പോയി പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പാർക്കിംഗ് ഒന്ന് എടുത്തുകൊണ്ട് വരാനോ ഒരു ഭയങ്കര. അതെ, എനിക്ക് നേരത്തെ ഒരു കീ ഉണ്ടായിരുന്നു ഈ പറഞ്ഞിട്ട്, ഇതിന്റെ ഡബിൾ സ്പേസ് വേണമായിരുന്നു. നമുക്ക് മസാജിങ് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യാനൊക്കെ തപ്പി പിടിക്കണം. ക്ലോക്ക് ഉണ്ടോ? ഇങ്ങനത്തെ ക്ലോക്കാണ് കൊടുത്തിരിക്കുന്നത്. അതും ഭയങ്കര സ്മൂത്താണ്. വിൻഡോസ് താഴെ മുങ്ങം ചെയ്യുന്നത് ഭയങ്കര സ്മൂത്തായിട്ട് താഴെ മുങ്ങം ചെയ്തത്. പിന്നെ ബാക്ക് വിൻഡോസ് ആണെങ്കിൽ ടിൻ ചെയ്തതുകൊണ്ട് ഭയങ്കര സെക്യൂരിറ്റിയാണ്. പുറത്ത് നിൽക്കുന്നവർ കാണാനും പറ്റില്ല. വണ്ടി വന്ന് നിന്ന് പോലും അറിയില്ല. ഗിയർ ഷിഫ്റ്റ് ആണ്, നമുക്ക് ഒരിക്കലും ഫീൽ ആവില്ല. എയർകോൺ ഉണ്ട്, അത് ഓൺ ചെയ്യാം. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. അത് ഓണും ഓഫ് കൂടി ഉണ്ട്. ഫുള്ളി AC ഓഫ് ആയി ഇവത്തില്. പിന്നെ ഇത് ഓട്ടോ. അപ്പൊ ഇവത്തെ നീക്കി ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴാണോ എങ്ങനെയാണോ തണുപ്പ് വേണ്ടത് അതനുസരിച്ച് ആയിക്കോളും. അതെല്ലാം നമ്മുടെ ഇവത്തെ കാണിക്കുകയും ചെയ്യല്ലേ, ഡാഷ്ബോർഡ് കാണിക്കും അല്ലേ. ഇത് ഓണ് ഓഫ് ഇതിപ്പോ മുകളിൽ കാണിച്ചിരിക്കുന്നത്. അതേപ്പോ മോഡിൽ മാത്രമേ ഉള്ളൂ. മോഡ് ആക്കി കഴിഞ്ഞാൽ രണ്ട് സൈഡിലും കണ്ടോ, ഇപ്പം രണ്ടിടത്തുമായി രണ്ടിടത്തേക്കും കിട്ടും. ഇപ്പൊ ഫാനിന്റെ നമ്പറൊക്കെ കാണിക്കുന്നത്. ഇത് മാത്രം ഫാൻ സ്പീഡിലാണ് ഇത് കറങ്ങുന്നത്. ഇത് ടച്ച് സ്ക്രീൻ ആണോ? ടച്ച് സ്ക്രീൻ അല്ല. അതെ ആണല്ലേ, ഓക്കെ. ഇത് ടച്ച് സ്ക്രീൻ ആണ് കേട്ടോ. അതിന്റെ ശബ്ദം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാനായിട്ടുള്ളത്. സ്പീക്കറിൻ്റെതായാലും റേഡിയോയുടെ ആയാലും അതുപോലെ ബ്ലൂടൂത്ത് കണക്ഷന് എല്ലാ സംഭവവും നമുക്ക് ഇവത്തെ തന്നെ ചെയ്യാനുള്ളൂ. കീലെസ് ആണ് വണ്ടി. പിന്നെ ബാക്കിയുള്ള സാധാരണ വണ്ടികളുടെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതിനേക്കാളും കൂടുതൽ മാത്രമേ ഉള്ളൂ, ഒരിക്കലും കുറവില്ല. സത്യം. ഈ ഒരു വിലയ്ക്ക് ഞാൻ പറയുകയാണെങ്കിൽ എന്നാ പറയണേ, വർത്താണ്. ഓഹോ, നമ്മൾ ഞാനത്തേക്ക് പിടിച്ച് മാറ്റി കഴിഞ്ഞപ്പോൾ അത് ഇതായിപ്പോയി, മാനുവൽ മോഡായിപ്പോയി വണ്ടി. ആണോ? ഇപ്പോൾ ഡ്രൈവ് മോഡിലേക്ക്. അത് ഈ ഡ്രൈവ് മോഡ് എന്ന് പറഞ്ഞ് കിടക്കണല്ലേ, നമ്മൾ ഒരു പ്രാവശ്യം കൂടെ താഴേക്ക് ആയി കഴിഞ്ഞാൽ മാനുവൽ മോഡിലേക്ക് മാറും. മാനുവലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഡ്രൈവ്, അതിന്റെ അപ്പുറം ഉള്ളത് മാനുവൽ. അതിന്റെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ മാനുവലേക്കായി. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ മാനുവലി ഗിയർ ഡൗൺ ചെയ്യണം, അപ്പ് ചെയ്യണം. ഷോക്ക് എങ്ങനെയുണ്ട് ഫീല്? വണ്ടിയിൽ ഇരുന്ന് അറിയുന്ന പോലും ഇല്ല ഷോക്ക് ഉണ്ടെന്നുള്ളല്ലേ. ജസ്റ്റ് ഷേക്ക് നമുക്ക് അറിയാം, അതല്ലാതെ പക്ഷെ നമ്മളെ എഫക്ട് ചെയ്യുന്നില്ല. നോർമലി മറ്റുള്ള SUV-നേക്കാൾ ഈ പറഞ്ഞ മട്ട് കംഫർട്ട് ഉണ്ട് വണ്ടിക്ക്. ഉണ്ട്. ഒന്നുമില്ല, ഇപ്പോഴേലും ഉണ്ട്. അതെ. ഇനി കുറച്ച് പഴകി കഴിയുമ്പോൾ അറിയില്ല, നമുക്കറിയത്തില്ല. അത് തന്നെ ഇപ്പോഴൊക്കെ നല്ലൊരു കംഫർട്ടബിൾ ആണ് വണ്ടി ഫീൽ ചെയ്യുന്നത്. അതായത് നമ്മൾ ലക്ഷറി വണ്ടിക്കകത്തിരിക്കുന്ന അതേ ഫീലിംഗ് ഉണ്ട്. അതെ. 75 ആണ് 70 ആണ് ഇതിന്റെ ലിറ്റർ. 75 ലിറ്റർ. എനിക്ക് തോന്നുന്നു 75ന്റെ അടുത്ത് കാണണം. 70 അല്ലെങ്കിൽ 75 ആണ് പെട്രോൾ ടാങ്ക് ഇതിന്റെ. കാണണം. അപ്പം പെട്രോൾ ആദ്യത്തെ ട്രിപ്പ് 70 അടിക്കുമ്പോഴത്തേക്ക് ഒരു $2 വെച്ചായാലും ഒരു $150 ആവും. എന്നാലും ഒരു 800 കിലോമീറ്റർ ഓടും വണ്ടിയാ. 800 നോർമൽ. നമ്മുടെ എന്നാ പറഞ്ഞേ, ഹൈവേയിലൊക്കെ പോവാണെങ്കിൽ ആവറേജ് ഒരു 10 കാണിക്കേണ്ടതിന് മൈലേജ്. അല്ലെങ്കിൽ ഷോർട്ട് ആണെങ്കിൽ കിട്ടില്ല.
കമ്പനി കാര്യം 9.8 ഒക്കെയാണ് പറഞ്ഞത്. പക്ഷേ അത് നമ്മൾ നോർമൽ റോഡൊന്നും ഒരിക്കലും കിട്ടില്ല. ഹൈവേ പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് അത് കിട്ടും. കാരണം എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഫീൽ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് അത് ഇവർ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ഇച്ചിരി പെട്രോൾ ചിലവുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ ഹൈബ്രിഡ് ഇല്ലേ? ഹൈബ്രിഡ് ഉണ്ട്. ഇതേതാ വണ്ടി? ഇത് അൾട്ര ആണോ? ഇത് അൾട്ര. അൾട്രയ്ക്കാണ് ഈ പറഞ്ഞ ഇൻഫിനിറ്റിയുടെ സിസ്റ്റവും എല്ലാം ഉള്ളത്. ആംബിയൻ ലൈറ്റ് സിസ്റ്റം എന്നും പറഞ്ഞൊരു സിസ്റ്റം ഉള്ളത്. മറ്റേ ബാഡ്ജിന്റെ പേരെന്നാ? അൾട്ര ലക്സ്. ലക്സ് അല്ലേ? ലക്സും അൾട്രയും. പക്ഷെ ഇതിന്റെ രണ്ടിന്റെ ഹൈബ്രിഡും ഉണ്ട്. ഏറ്റവും കൂടിയ മോഡലാണ് ഹൈബ്രിഡ്. അതെ, ഹൈബ്രിഡ്. $10,000 കൂടുതൽ കൊടുക്കണമെന്നുള്ളൂ. $10,000. അതെ. അതിനുള്ള വർത്തുണ്ടോ നമുക്ക് അറിയത്തില്ല. ഹൈബ്രിഡ് അവര് മെയിൻ പറയണ ഹൈബ്രിഡ് ഈ പറഞ്ഞിട്ട് ഫ്യൂവൽ എഫിഷ്യൻസിക്ക് വേണ്ടിയല്ല. ഹൈബ്രിഡിന് ഇച്ചിരി പവർ കൂടുതലാണെന്ന് വണ്ടിക്ക്. അതാണ് കമ്പനി എന്നോട് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, അവർ ഈ ഹൈബ്രിഡിനും സെയിം കൺസെപ്ഷൻ തന്നെയാണ് അവർ പറഞ്ഞത്. 9.8 പെട്രോളും ഒക്കെയാണ് അവർ പറഞ്ഞത്. ഞാൻ ചോദിച്ചപ്പോൾ ഹൈബ്രിഡ് എന്നാ ഡിഫറൻസ് എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി പവറാണ്, മെയിൻലി ഓഫ് റോഡ്. പിന്നെ ഇത് ഈ വണ്ടി ഓട്ടോ സ്റ്റോപ്പ് ഓട്ടോ സ്റ്റാർട്ടും അല്ല, സിഗ്നൽ അത് നമുക്ക് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യാം. ഞാനത് സെറ്റ് ചെയ്തിട്ടില്ല. അത് നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ ഗുണമുണ്ട്. അപ്പം പെട്രോള് ചുമ്മാ നമ്മൾ ഐഡിയലായിട്ട് കിടക്കുമ്പോൾ ഒരുപാട് പെട്രോൾ പോവില്ല. മാത്രമേ വണ്ടിയുടെ പെട്രോൾ നമുക്ക് ചാർജ് ആവുന്നുള്ളൂ. നമുക്ക് ഫ്യൂൽ കൺസപ്ഷൻ അങ്ങനെ ഒരു ചെറിയൊരു ഹെൽപ്പ് ഉണ്ട്. അതല്ലെങ്കിൽ ഇത്തിരി പെട്രോൾ കുടിക്കും കേട്ടോ വണ്ടി. അത് നമുക്ക് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പെട്രോൾ ഇച്ചിരി കംഫർട്ടബിളും ആണ് വണ്ടി. അങ്ങനെ ഒരു ഗുണവും കൂടി ഉണ്ട്. അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. കംഫർട്ടബിൾ ആകുന്നതനുസരിച്ച് എവിടെയെങ്കിലും നമ്മൾ ഗീവ് അപ്പ് ചെയ്തേ പറ്റുള്ളൂ. അതെ. പക്ഷേ ഈ പറഞ്ഞുകൊണ്ട് ജീപ്പിനെ കമ്പയർ നോക്കുമ്പോൾ ജീപ്പിനൊക്കെ ഇതിൽ ഇത്ര മൈലേജ് ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇത്ര മൈലേജ് ഇല്ല. പിന്നെ അതിന്റെ മെയിൻ്റനൻസ് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. പിന്നെ മെയിൻ്റനൻസ് ഒക്കെ ചാർജ് കൂടുതലാണ് ജീപ്പിന്. അമേരിക്കൻ വണ്ടികൾക്കും അതല്ലെങ്കിൽ ബാക്കിയുള്ള ലക്ഷറി വണ്ടികൾക്കെല്ലാം സർവീസ് ചാർജ് ഭയങ്കര കൂടുതലായിരിക്കും. ഇത് പിന്നെ എവര് 15,000 കിലോമീറ്ററിലാണ് സർവീസ് ചെയ്യേണ്ടത്. 10 15 ആണോ? ഓക്കെ. എന്നാൽ ഇവര് 10,000 കിലോമീറ്ററിൽ സർവീസ് ചെയ്യണം. ഓക്കെ. പിന്നെ അല്ലെങ്കിൽ 12 മാസത്തിലല്ലേ? 12 മാസം. അത് 6 മാസമാണോ? 12 മാസത്തിൽ. അത് വലിയ കുഴപ്പമില്ല. അതൊരു സ്റ്റാൻഡേർഡ് ആണെന്ന് വേണം പറയാം. മിക്കവാറും ഏഷ്യൻ വണ്ടികളെല്ലാം തന്നെ. ഞാൻ നോക്കിയിട്ട് ഈ സർവീസ് ചാർജ് കൂടുതലാന്ന് ആൾക്കാർ പറയുന്നുണ്ട്. എനിക്കത് ഫീൽ ചെയ്യുന്നത് കാരണം ഇപ്പം ഏത് വണ്ടിയാണെങ്കിലും ടൊയോട്ട ആണെങ്കിലും ഇതാണെങ്കിലും ബെൻസ് ആണെങ്കിലും നമ്മൾ ആവറേജ് ഒരു നോർമൽ സർവീസ്, ഓയിൽ ചേഞ്ച്, ഫിൽട്ടർ ചേഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നും ഒരു വണ്ടിക്കും കാണാനില്ല. ഓൾമോസ്റ്റ് സെയിം ആണെന്നാണ് എൻ്റെ ഒരു തോന്നല്. മറ്റേ ഇത് ബെൻസ് അല്ലെങ്കിൽ BMW അതിനൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടുതലും. അല്ലാത്തുള്ള ഹൈ എൻഡ് അല്ലാത്ത മോഡൽസ് ആവറേജ് ഒരു എമൗണ്ട് ഒരേ പ്രൈസാണ്. വലിയ വ്യത്യാസമൊന്നും ഒരു വണ്ടിക്ക് ഞാൻ കാണാനുള്ള. ഇതൊരു ക്യാപ്ഡ് പ്രൈസ് സർവീസിന് പറഞ്ഞ് 7 വർഷത്തേക്ക് നമുക്കുണ്ട്. വണ്ടിക്ക് വാറണ്ടി എത്ര? 7 കൊല്ലം. പിന്നെ ഈ വണ്ടി ഓസ്ട്രേലിയയിൽ എല്ലാ സ്റ്റേറ്റിലും പെർമിറ്റഡ് ആണ്, അലൗഡ് ആണ്. പിന്നെ സേഫ്റ്റി റേറ്റിംഗ് 5 ഉണ്ട് അല്ലേ? ലേറ്റസ്റ്റ് 2022 കണക്കനുസരിച്ച് 2 ഉണ്ട്. അപ്പൊ സേഫ്റ്റിയുടെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. ഫുൾ സേഫ്റ്റിയാ. അതെ അല്ലേ? അപ്പൊ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് ചൈനീസ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഉണ്ടോ, പൊതുവേ ഉള്ള ഒരു ധാരണ. അങ്ങനെ ഒരു ധാരണയൊന്നും വേണ്ട. ഫുൾ സേഫ്റ്റിയിൽ തന്നെയാണ് ഓസ്ട്രേലിയയിൽ ഓടുന്നത്. സെറ്റിംഗ്സ് കാര്യങ്ങൾ, വെഹിക്കിൾ സെറ്റിംഗ്സ് എല്ലാം ഒത്തിലുണ്ട്. സിസ്റ്റം സെറ്റിംഗ്സ്, മൾട്ടിമീഡിയ, റേഡിയോയോ, ബ്ലൂടൂത്ത് കണക്ഷൻ, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ വണ്ടിയുടെ കാര്യങ്ങൾ, പാട്ട് കാര്യങ്ങൾ, ഡ്രൈവ് മോഡ്. ഇവിടെ വന്ന് നമുക്ക് ഡ്രൈവിൻ്റെ മോഡ്, സീറ്റ് സെലക്ട് ചെയ്യാം, ഇൻ്റലക്ച്വൽ ഡ്രൈവിങ്, പാർക്കിങ്, അതായത് പിന്നെ ഹസാർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നമ്മളപ്പോൾ തന്നെ ഇവർ അറിയിക്കും. പിന്നെ ഇത് സിഗ്നലിൻ്റെ ഇതിൽ GPS ഉണ്ടോ? GPS വേണമെങ്കിൽ നമ്മൾ മറ്റേ ഈ ആപ്പിൾ ഇത് കണക്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ നിമിഷിന്റെ വണ്ടി. നമുക്ക് അറിയാവുന്ന രീതിയിലൊക്കെ നമ്മൾ റിവ്യൂ ചെയ്തു. അപ്പൊ നിമിഷ് വളരെ ഹാപ്പിയാണ്. നിമിഷിന്റെ ഫാമിലിയും വളരെ ഹാപ്പിയാണ് അല്ലേ? അപ്പൊ ഏതൊരാൾക്ക് ഹാപ്പിയാവും. നമ്മൾ ഇത്ര ഇരുന്നപ്പോൾ നല്ല ഹാപ്പിയാണ് കേട്ടോ. നല്ലൊരു രസമാണ് വണ്ടി ഓടിക്കാനായാലും. ഞാൻ ഓടിച്ചു നോക്കി വണ്ടി ഓടിക്കാനായാലും നല്ല രസമാണ്, അതുപോലെ ഇരിക്കാനായാലും നല്ല രസമാണ്. ആരെങ്കിലും പിന്നെ ഓഫ് റോഡിന് പോകുന്ന എങ്ങനെയാണെന്നൊക്കെ ഓഫ് റോഡ് പറ്റിയില്ല. ഈ അടുത്തൊരിടത്തും ഓഫ് റോഡ് ഇല്ലാത്തത് കൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ എന്നാലും നമ്മൾ ഓടിച്ചു നോക്കിയിട്ട് പവറും കാര്യങ്ങളായാലും എല്ലാം വളരെ നല്ലതാണ് അല്ലേ? പിന്നെ ഇതിനകത്ത് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇത്ര ലക്ഷറി ആയിട്ടുള്ളൊരു വണ്ടി ഒരു $50,000 അല്ലെങ്കിൽ $60,000 വേണ്ട അല്ലേ? വേണ്ട.
ഹൈബ്രിഡ് ആണെങ്കിൽ 60, ഇതാകുമ്പോൾ 50. അതും എല്ലാ ഫീച്ചറോടും കൂടിയാണ്, ടോപ്പ് ക്ലാസ് ഫീച്ചർ. ബാക്കിയുള്ള എല്ലാ വണ്ടിക്കും കിട്ടുന്നത്, ലക്ഷറി വണ്ടി കിട്ടുന്ന എല്ലാ ഫീച്ചറോടും കൂടിയാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പം ആൾക്കാർക്ക് ജീപ്പ് മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അതേ ഗ്രേഡിൽ കിട്ടാവുന്ന ഒരു വണ്ടിയാണ്. അതിന്റെ ഹാഫ് പ്രൈസ് നമുക്ക് കിട്ടും. അതെ, ഓൾമോസ്റ്റ് അല്ലേ? പിന്നെ ഇതിനകത്ത് മറ്റൊരു വ്യത്യാസം പറയാനുള്ളത്, അപ്പം അതിന് $90,000 കൊടുക്കണം, ഇത് $50,000 കൊടുക്കണം. ചിലപ്പോൾ വേണമെങ്കിൽ മെറ്റീരിയലിനൊക്കെ വ്യത്യാസം കാണും, ഇല്ലേ? എവിടെയെങ്കിലും അവർ ഒപ്പിക്കണമല്ലോ, അവ കാണുമായിരിക്കും. അത് നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വളരെ സുഖമാണ്, ഓടിക്കാനും നല്ല രസമുണ്ട്. എഞ്ചിനായാലും 2 ലിറ്ററിന്റെ എഞ്ചിനാണ്. ഞാൻ ഹാപ്പിയാണ്. ഈ പറഞ്ഞോട്ട് ആൾക്കാർ ആരെങ്കിലും നോക്കിയിരിപ്പുണ്ടെങ്കിൽ ഈ വണ്ടി എടുക്കണേൽ ഒരു കുറ്റവും അല്ലെങ്കിൽ എന്നാ പറയണേ, ഞാൻ ശരിക്കും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടല്ലേ. പിന്നെ ഈ ബ്ലാക്കും ഓറഞ്ചും തമ്മിലൊരു ഡൗട്ട് വന്നില്ലായിരുന്നു ഇതിന്റെ ഇടയ്ക്ക്? എനിക്ക് നോർമലി ബ്ലാക്ക് ആണ് ഇഷ്ടം. പക്ഷെ നമ്മുടെ വർക്കിന്റെ ഒരു പുള്ളിക്കാരന് ഓറഞ്ച് വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്കത് 2 ദിവസം കണ്ടു കഴിഞ്ഞപ്പോൾ ഓറഞ്ചിന് ഇഷ്ടപ്പെട്ടു. അതെ, ഓറഞ്ചും കാണാൻ നല്ല ഭംഗിയാ, ഇതും കാണാൻ നല്ല ഭംഗിയാ അല്ലേ? ബാക്കിയുള്ള കളറിനെ അപേക്ഷിച്ച് ഓറഞ്ച് ഇച്ചിരി രസമുണ്ട് കാണാൻ. എടുത്ത് നിൽക്കും, നല്ല ഫിനിഷിംഗും കാണാൻ നല്ല ഇച്ചിരി ഭംഗി കൂടുതലുണ്ട് കേട്ടോ. അതെ. ഇനി ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഈ പറഞ്ഞിട്ട് വണ്ടിക്ക് ഓൾട്രേഷൻ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, മോഡിഫൈ ചെയ്യാന്നുള്ളത്. ഇപ്പൊ ഈ പറഞ്ഞിട്ട് നല്ലൊരു ടയറും ഇതൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ ലുക്ക് ശരിക്കും മാറും. ഭയങ്കര ലുക്കാണ്. ഞാൻ 2-3 വണ്ടി നോട്ടീസ് ചെയ്ത സാധനം. ടയർ മാറി അവര് ഈ പറഞ്ഞിട്ട് റൂഫില് അത്യാവശ്യം ഇതും പിടിപ്പിച്ച് ചെറിയ ലാട്ടറൊക്കെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഓഫ് റോഡാ, കാണാൻ നല്ല ലുക്കാണ്. അതെ, നല്ല ഓഫ് റോഡുമാണ്. ലോങ് ട്രിപ്പിന് അടിപൊളിയല്ലേ? അടിപൊളിയാണ്. ലോങ് ട്രിപ്പ് നല്ല കംഫർട്ടബിൾ ആണ്. ഇഷ്ടംപോലെ ലെഗ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇരിക്കുന്ന ആയാലും ഉണ്ടല്ലോ, നമ്മൾ സാധാരണ വലിയ വണ്ടികളൊക്കെ മേടിച്ചത് ഗുണമെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ഓടി നടക്കോ സീറ്റില്. അതെ, ഇതിന്റെ ഏറ്റവും വലിയ ഗുണമുണ്ടല്ലോ, നമ്മളെ പോലുള്ള ആൾക്കാർക്കും ചെറിയ ആൾക്കാർക്കും ഇരിക്കാം, നമ്മൾ ഓടി നടക്കില്ല, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അതാണ് മറ്റൊരു ഗുണം. ലാസ്റ്റ് കമന്റ് ആണ്, താല്പര്യമുള്ളവർക്ക് മേടിക്കുന്നവർക്ക് മേടിക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഹാപ്പി ഡേ.